ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ശാന്തമ്മയുടെയും ചെല്ലമ്മയുടെയും കൂടെയുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരു ഒത്തിരി ഞങ്ങളൊന്നാവേ മോളെ. എന്നാ വേണം വഴക്കാണോ മക്കളെ? വഴക്കാണോ? എന്തിനാ വഴക്ക് പിടിക്കുന്നത്? എന്തിനാ വഴക്ക് പിടിക്കുന്നത്? ആ തിനയാ കൊടുക്കുന്നത്. മതിയടാ, മതി മതി. ചെല്ലമ്മോ എന്തോ ഉണ്ട്? എന്നതാ മോളെ വീട്ടിൽ ഇറങ്ങി പോകുന്നത്? വിഷമമുണ്ട് പോകാനൊന്ന് എടുക്കും. എന്തുവാ ശാന്തമ്മ, എന്തുവാ? വീടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കൊണ്ട് മോനെ ഇങ്ങനെ കഴിയാതിരിക്കുമല്ലോ കാല്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അങ്ങ് പോണോന്നുള്ള തിടുക്കമാണ്. ഇപ്പൊ രണ്ടുപേരും കൂടെ അടിയുണ്ടോ ശാന്തമ്മയും ചെല്ലമ്മയും കൂടെ? ഇതിനിടയ്ക്ക് രണ്ടുപേരും കൂടെ ഭയങ്കര അടിയല്ലായിരുന്നോ? ഞങ്ങളെ സ്വന്തം ഞങ്ങൾ കയറൂല, സ്വന്തം ജാതിയാ, അല്ലേലും കയറി. ജാതി പറയരുത് ശാന്തമ്മ, എല്ലാരും ഒരേപോലെ ഉള്ളു. ഞാൻ ഈരോസ്ത്രീ വർക്കലയ്ക്ക് പോയിട്ടുള്ള ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ആളാ ഞാൻ. ചെല്ലമ്മേ, ഈ ശാന്തമ്മ എന്തു ഈ പറയുന്നേ? സ്വാമിയുടെ ആളാ, ഗുരുസ്വാമിയുടെ ആളാ. ചെല്ലമ്മ ആരുടെ ആളാ? ഞങ്ങൾ രണ്ടും ഒരു ജാതിയാ. ഓ ഓ ഓ ഈരോരാ. രണ്ടുപേരും കൂടെ ഭയങ്കര അടിയായിരുന്നല്ലോ ഇതിനിടയ്ക്ക്. കസാര പൊക്കി അടിക്കുന്നു, മണ്ണ് വാരി എറിയുന്നു. ജലമേമയ്ക്ക് ചിരി വരുന്നു. ശാന്തമ്മേ, ഒരു പാട്ട് പാട് ശാന്തമ്മേ. പാട്ട് പാടാനോ? നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. അത്രേ ഉള്ളോ? ചെല്ലമ്മ ഒരു പാട്ട് പാടിയേ. പാട്. ഒരായിരം കിളി കൂടനച്ച് കൂട്ടിനീലക്കിളി കാഞ്ഞിരുന്നാടുന്ന പൊന്നോ. വേറെ പാട്ടൊന്നും അറിയത്തില്ലയോ ചെല്ലമ്മയ്ക്ക്? എല്ലാം മറന്നു പോവാ മോളെ. എനിക്കാണ് ഈ ശ്രീനാരായണ ഞാൻ വർക്കല പോയിട്ടുള്ള അവിടുന്ന് ആരുടെ പുസ്തകത്തിലെ എല്ലാം അറിയായിരുന്നു. ഇപ്പൊ മറന്നു പോവോ? ചെല്ലമ്മ വേറെ ഒരുപാട് പാട്ട് പാടുമല്ലോ അപ്പുറത്തിരുന്നോണ്ടേ. ഒരെണ്ണം കൂടെ പാടിയേ. അതിപ്പോ പാടിയതല്ലേ, വേറെ പാട്. ഈശ്വരമൂർത്തേ കരുണാകര മരവാ ഞാൻ പുരു പോലെ അയ്യോ നീ എന്നെ നോക്കിയാൽ എൻ്റെ ഭാര്യ പുറപ്പെട്ടു പോവും. അതുകൊണ്ട് നീ എന്നെ നോക്കുക
സ്വാമിയെ കൊണ്ടുള്ള പാട്ട് ഒത്തിരി അറിയാം. ഞാൻ ഭജന പാടുന്നവളായിരുന്നു. ഇപ്പൊ അതെല്ലാം മറന്നുപോയി. ശ്രീനാരായണ ഗുരുസ്വാമിയുടെ വർക്കലൊക്കെ ഞാൻ പോയിട്ടുള്ളൂ. എന്തുവാ ശിവഗിരി പോയിട്ടുള്ളൂ. ശാന്തമ്മക്ക് കൈ നോക്കാൻ അറിയാവോ? ഓ, കൈ നോക്കാറില്ല. പണ്ടൊക്കെ ഗുണം പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആണോ? ഇപ്പൊ അതൊക്കെ മറന്നു. ദാണ്ട ചെല്ലമ്മയുടെ കൈ ഒന്ന് നോക്കി കൊടുത്തേ. ചെല്ലമ്മ കൈ ഒന്ന് കിട്ടിയേ. അല്ല, എനിക്ക് ഗുണം പറയാം. ഗുണം അറിയാം. അമ്മയുടെ കൈക്കകത്ത് രാവിലെ അമ്മയ്ക്ക് ഇപ്പം മനപ്രയാസമുണ്ട്. അതേ ഉള്ളൂ. പിന്നെ ഇപ്പം കുഴപ്പമൊന്നുമില്ല. അമ്മ ഇരിക്കുന്നത് ചിന്ത കുറച്ചാണ്ടാ മതി. ഒന്നും ആലോചിക്കാൻ പോകല്ലേ. അതിൽ നിന്നുള്ള കുഴപ്പങ്ങളേ ഉള്ളൂ അമ്മയ്ക്ക്. കേട്ടോ? ആലോചിക്കാൻ പാടില്ല. ചെല്ലമ്മ കരയാതെ. കരയരുത്. എപ്പോഴും അങ്ങ് കരച്ചില്ല ഇല്ലയോ ശാന്തമ്മ? അത് കൊള്ളുകയില്ല. പറയുമ്പോ കരയുന്ന ദോഷമോ കൊള്ളുകയില്ല. എന്റെ കൈ ഒന്ന് നോക്കിയോ ചെല്ലമ്മ? അല്ല ശാന്തമ്മ, മോടെ കൈക്ക് ഭയങ്കര ഐശ്വര്യങ്ങളാണ്. പക്ഷേ എനിക്ക് താമസിക്കട്ടെ. കാര്യങ്ങളെല്ലാം കുറച്ച് താമസിക്കും. കേട്ടോ? അതേ ഉള്ളൂ. എല്ലാ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാം നല്ലത് തന്നെ. അത് മറുക പോണ കാര്യങ്ങൾ ഇച്ചിരി താമസിക്കും എന്നേ ഉള്ളൂ. അതുവരെ ലക്ഷ്യത്തിലൂടെ എത്ര ശകലം താമസം. മനസ്സിന്റെ ലക്ഷ്യം അത് ലക്ഷ്യത്തിൽ വരാൻ ശകലം കുറേ ഇച്ചിരി താമസിക്കും. അത്രേ ഉള്ളൂ. മനസ്സ് ധൈര്യമായിട്ടിരുന്നത് മുന്നോട്ട് പോയിക്കൊണ്ട് പോകാൻ നല്ലത്. ഒന്നും മനസ്സില്ലാതെ ധൈര്യമായിട്ടിരിക്കണം. അപ്പോൾ എല്ലാ ഭഗവാന്റെ ഒരു കുറ്റി എടുത്തിട്ടുണ്ട്. ആ സമയം വരെ അതെ ഭഗവാന്റെ ഒരു കാര്യം ആലോചിച്ച് ഉറപ്പിച്ചതാണ്. കേട്ടോ? അത് ഇച്ചിരി അതുവരെ റോഡ് വെട്ടിക്കൊണ്ടാ മതി. മനസ്സിനകത്തെ റോഡ്. കേട്ടോ? എന്തുവാ ചെലമേമ്മ? വലിയ നില പോകും. പക്ഷെങ്കിൽ അത് അവിടം വരെ ലക്ഷ്യം ലക്ഷ്യസ്ഥാനത്ത് ആയിരിക്കണം. അത് ഇച്ചിരി താമസിക്കും. കേട്ടോ? അത് ഇച്ചിരി താമസിക്കും. കേട്ടോ? ആ സാരം കൈവിടല്ലെന്ന് മാത്രം. അതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടാ മതി. കിട്ടിക്കഴിഞ്ഞാലും പിന്നെ മുന്നോട്ട്. ഞങ്ങൾ രണ്ടും ഒരു ജാതിക്കാരാണ്. ഇഴവരാ ചോന്മാരെ. ശിവഗിരി ഞാൻ പോയിട്ടുണ്ട്. ശിവഗിരി ഞാനും മോനും കൂടെ നമ്മളെ സ്വാമി പോയിട്ടുണ്ടോ? ശ്രീനാരായണ ഗുരുസ്വാമി സാക്ഷാൽ പരമശിവനാ. കുട്ടിയമ്മ തൻമുത്രനായി പിറന്നൊരു നാടനാശാന്തൻ പുത്രനായി വളർന്നൊരു നാരായണ ഗുരുസ്വാമി. നാരായണ ഗുരുസ്വാമി വർക്കലേശ്വരി ശാരദേ പാഹിമാം. വർക്കലേശ്വരി ശാരദേ പാഹിമാം. നമ്മുടെ ആളാ വർക്കലെ. നമ്മുടെ ദൈവമാണ് ശ്രീനാരായണ ഗുരുസ്വാമി. വർക്കലേശ്വരി നമ്മളെ നായന്മാരും പരമശിവൻ ശ്രീനാരായണ ഗുരുസ്വാമിയാണ്. സ്വാമിയുടെ കാലത്താണ് നമുക്ക് ക്ഷേത്രപ്രവേശനം. ജാതിഭേദം മതദ്വേഷം ഹേതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃസ്ഥാനമാണിത്. ഏത് SNDP. ഇവിടെ ജാതിയുണ്ടോ? ഇല്ല. ഇവിടെ എല്ലാരും ഒന്നുമില്ല, ഒരേപോലെ. അതെ, SNDP-യാ സ്വാമി. ഞാൻ വർക്കലയ്ക്ക് പോയിട്ടുള്ള. ഇവിടെ ഉണ്ട്. അല്ലേലും ശ്രീനാരായണ ഗുരുസ്വാമി ഈഴവരുടെ ദൈവമാണ്. ഞങ്ങളുടെ ദൈവം, എൻ്റെ ദൈവം സ്വാമിയാണ് ശ്രീനാരായണ ഗുരു. അഴിഭേദം മതദ്വേഷം ഹേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃസ്ഥാനമാണിത്. ഏത് വർക്കല SNDP. ഞാൻ അതിന് പകരം ഒരു
ഇവിടെ ഒരു സ്വാമി വന്ന് താമസിച്ച ഒരു ആശ്രമത്തിൽ എന്നെ ഇവിടുത്തെ മോൻ കൊണ്ടുപോയി. അത് നമ്മള് വർക്കലയിലാ പോയത്. ആണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഓർത്തു, അയ്യോ ഇത് വർക്കല സ്വാമിയുടെ ഇത് ആണല്ലോ. അവിടെ എല്ലാം മാറിപ്പോയി. അത് വർക്കല ഇതാ ശിവഗിരി. അത് ശിവഗിരി. നമ്മൾ അവിടെ പോയത്. വർക്കലേശ്വരി ശാരദേ പാഹിമാം, വർക്കലേശ്വരി ശാരദേ പാഹിമാം, പുരാട്ടി സരസ്വതി പാഹിമാം. യാടിയെ കേട്ട അവർ ഈഴവരെ പുലയര് ചോവന്മാർ ഉള്ളോടർ കേട്ടോ. നമ്മളെ ആരും കേട്ടിട്ടില്ലേ? യാടി ഭേദം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുഞ്ഞൊരു വീഡിയോ ആണ്, ഒരുപാടൊന്നും ഇല്ല. നമ്മുടെ ശാന്തമ്മയുടെ പാട്ടാണ് ഇതിൽ മെയിനായിട്ട് നിൽക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശാന്തമ്മ, ചെല്ലമ്മ, എല്ലാവർക്കും ഒരു ബായ് പറഞ്ഞേ. ടാറ്റ പറ. ഒരു ഉമ്മയും കൂടെ കൊടു. അപ്പോൾ ഓക്കെ, ബൈ.